ബാംഗ്ലൂർ മൈസൂർ റൂട്ടിൽ പയാന എന്ന് പറയുന്ന ഒരു വിൻറ്റേജ് കാർ എക്സിബിഷനുണ്ട്. ഇത് ശ്രീ വീരേന്ദ്ര ഹെഗ്ഡെയുടെ ശ്രമഫലമാണ്. നമുക്കറിയാമല്ലോ, ആദ്യകാലങ്ങളിലൊക്കെ പ്രമാണിമാരും രാജാക്കന്മാരൊക്കെ സഞ്ചരിച്ചിരുന്നത് പല്ലക്കിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം ചക്രങ്ങൾ കണ്ടുപിടിച്ചു. പിന്നെ ചക്രത്തിൻ്റെ വിവിധ രൂപങ്ങളായി. അത് കഴിഞ്ഞതിന് ശേഷം ചക്രം ഫിറ്റ് ചെയ്ത ഉന്തുവണ്ടികളായി അല്ലേ. പിന്നെ കാളവണ്ടി, കാന്തിക ശക്തി കൊണ്ട് കറക്കാൻ കഴിയുന്ന മോട്ടോർ കണ്ടുപിടിച്ചതിന് ശേഷമാണ് പിന്നെ വാഹനങ്ങളുടെ തുടക്കം തന്നെ. മോട്ടോർ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ കാർബറേറ്റർ കണ്ടുപിടിക്കുന്നു. കാർബറേറ്റർ കഴിഞ്ഞതിന് ശേഷം ടർബോ കണ്ടുപിടിക്കുന്നു. ഇതെല്ലാം വിവിധ രാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടുപിടുത്തങ്ങളാണ്. പിന്നെ സ്റ്റിയറിംഗ്, അതേപോലെ തന്നെ ഗിയർ ബോക്സ് കണ്ടുപിടിക്കുന്നു. പിന്നീടാണ് എഞ്ചിനിലേക്ക് വരുന്നത്. 4 സ്ട്രോക്ക് എൻജിനോട് കൂടിയാണ് ഫ്യുവൽ എഫിഷ്യൻസിയും അതുപോലെ തന്നെ സ്പീഡും വരുന്നത്. 1924 മുതൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളാണ് ഇവിടെ എക്സിബിഷൻ വെച്ചിരിക്കുന്നത്. ഇതിൽ പല വാഹനങ്ങളും നമ്മളൊക്കെ ജനിക്കുന്നതിന് മുൻപ് ഉള്ളതാണെന്നുള്ളത് ഓർക്കണം. പണ്ട് കാലത്ത് വലിയ ധനാഢ്യന്മാർക്ക് മാത്രമേ സൈക്കിൾ ഉണ്ടായിരുന്നുള്ളൂ. അതും സൈക്കിള് ചവിട്ടാനറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഒരു ആഢ്യതയുടെ ഭാഗമായിട്ട് സൈക്കിൾ ഉന്തിക്കൊണ്ട് നടന്നിരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ നമ്മളുടെ ഇവിടെ ഉണ്ടായിരുന്നത് അംബാസഡർ കാറാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഫോറിൻ കാർ എന്ന് പറഞ്ഞുകൊണ്ട് ആളിലൊക്കെ വളരെ അതിശയോക്തിയോടുകൂടി നോക്കി നിന്ന വാഹനമാണ് ഫിയറ്റ്. ഫിയറ്റ് ആണ് പിന്നീട് രണ്ടാമത് വരുന്ന ഒരു വാഹനം. വാഹനങ്ങളുടെ കാര്യം പോട്ടെ, പഴയ കാലത്ത് റോഡുകൾ പോലും ഉണ്ടായിരുന്നില്ല. അതാണ് ഈ വാഹനങ്ങൾ വരുന്നതിന് മുമ്പ് ജനങ്ങൾ അഭിമുഖീകരിച്ചിരുന്ന പ്രശ്നം. ഈ വാഹനം വാങ്ങിയാൽ തന്നെ അത് ഓടിക്കാനുള്ള റോഡുകളില്ലായിരുന്നു. പിന്നെ സ്വന്തം വാഹനം വാങ്ങിക്കുന്ന ആൾ റോഡ് പണിയുന്ന ഒരവസ്ഥയും അന്ന് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇന്ന് ഈ കാണുന്ന വാഹനങ്ങൾക്കെല്ലാം ഇന്നത്തെ ബെൻസ് വാങ്ങിക്കുന്ന പൈസ കൊടുത്താൽ പോലും ഈ വാഹനങ്ങൾ വാങ്ങാൻ കിട്ടില്ല എന്നുള്ളതാണ് വേറെ രസം. അതിവിശാലമായ, എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ എടുത്തു പറയത്തക്ക ഒരു വിൻറ്റേജ് കാർ ഷോറൂമാണിത്. 2 നിലകളിലായാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. വിസിറ്റേഴ്സിന് യാതൊരു അസൗകര്യവും ഇല്ലാത്ത രീതിയിൽ നല്ല വിശാലമായ സൗകര്യമാണ് ഇവിടെ. നല്ല വെജിറ്റേറിയൻ ഹോട്ടൽ, ബാത്റൂം സൗകര്യങ്ങൾ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പഴയ കാലത്ത് സൈക്കിളിന് ലൈസൻസ് വേണമായിരുന്നു. സൈക്കിളിന് മാത്രമല്ല കേട്ടോ, റേഡിയോയ്ക്ക് ലൈസൻസ് വേണമായിരുന്നു. അത് സമയാസമയങ്ങളിൽ പുതുക്കേണ്ടതാണ്. പഞ്ചായത്തിലാണ് അത് പുതുക്കാനുള്ള അവസരം ലഭിക്കുക. ആയിരത്തി 1952 ഹിന്ദുസ്ഥാൻ 14 MYB 335. 1955 ഹിന്ദുസ്ഥാൻ ലാൻഡ് മാസ്റ്റർ. 1961 ഹിന്ദുസ്ഥാൻ അംബാസഡർ.
അംബാസഡറിൻ്റെ വിവിധ മോഡലുകൾ. 1955 സ്റ്റാൻഡേർഡ്, 1969 റിനോൾട്ട്, 1955 ചവർലെറ്റ് ബെൽ എയർ. ചില വണ്ടികളുടെ പേര് തന്നെ നമ്മൾ കേൾക്കാത്തതാണ്, അതുകൊണ്ട് ബോർഡിൽ നോക്കുക. വലിയ കാശുകാർ മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു വണ്ടിയാണിത്, ഇംപാല. ഇംപാലയെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഇംപാലയെ പ്രത്യേകം എടുത്തു പറയുന്നത്. ഈ കാണുന്നത് ഫോർഡിൻ്റെ ഒരു വണ്ടിയാണ് കേട്ടോ. കുട്ടികളെയൊക്കെ കൊണ്ടുപോകാനായിട്ട് വളരെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെയും ചില ഉൾപ്രദേശങ്ങളിലൊക്കെ കണ്ടിരുന്നു. കുറച്ച് കാലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 30 വർഷത്തേക്ക് മുമ്പൊക്കെ. ഇനി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ടി വരില്ല. നമ്മുടെ അടിപൊളി മാരുതി കാറ്, ആദ്യത്തെ മോഡല്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റീവ, ഇലക്ട്രിക്, ഫീൽഡ് മാസ്റ്റർ ട്രാക്ടർ ആദ്യകാലത്തെ.